ഈ പൊരിച്ച ചിക്കൻ ബിരിയാണിയൊക്കെ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും കാണുമോ അല്ലേ? അത്രയ്ക്ക് ടേസ്റ്റ് അല്ലേ ഈ പൊരിച്ച കോഴി ബിരിയാണി. എൻ്റെയും ഫേവറേറ്റ് ഒരു ഐറ്റമാണ് ഈ പൊരിച്ച കോഴി ബിരിയാണി. കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റി ആയിട്ട് നല്ലൊരു പൊരിച്ച കോഴി ബിരിയാണി അങ്ങ് വെച്ചാലോ? അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിരിയാണി ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. എനിക്കിഷ്ടം നല്ല പൊരിച്ച കോഴി ബിരിയാണി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം. നമുക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുക്കണം. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, അതുപോലെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഇത്രയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 1-2 മണിക്കൂർ അങ്ങ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് കിട്ടട്ടെ. ഈ കോൺഫ്ലവർ ഇടുന്നത് നമ്മുടെ ചിക്കനിൽ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ടോ, എണ്ണയിലേക്ക് ഇടുമ്പം മസാല മാറിപ്പോവാതിരിക്കാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് അരി എടുത്ത് വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ബസ്മതി സെല്ലാ റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ഒന്ന് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് ചിക്കൻ ഒന്ന് പൊരിച്ച് കോരി മാറ്റി വയ്ക്കാവേ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ സവാള ഒന്ന് വറുത്ത് കോരി വെക്കണം. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് കൂടുതലും സവാള വറുത്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഒരു 4 സവാളയെങ്കിലും ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് വറുത്ത് കോരി മാറ്റി വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച് വയ്ക്കണേ. ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കാഷ്നട്ട് റൈസിൻസും കൂടെ ഒന്ന് വറുത്ത് കോരി വയ്ക്കാം. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. ഒരു വലിയ നമ്മൾ മസാല ദം ചെയ്യുന്നില്ലേ, ആ ഒരു പാൻ തന്നെ എടുക്കാം. അതിലേക്ക് നമ്മൾ ആ സവാള വറുത്ത എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തു. പിന്നെ എല്ലാ സ്പൈസസുകളും കുറച്ചിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ച് ഇട്ട് കൊടുത്തു. കറിവേപ്പില ഇട്ട് കൊടുത്തു. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഒരു സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് അതിട്ട് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് അടച്ച് വെച്ച് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കൂടുതൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോൾ അരി ഇട്ട് കൊടുത്തു കേട്ടോ. കുതിർന്ന് കിടക്കുന്ന അരി ഇട്ട് കൊടുത്തു. കുറച്ച് മസാലയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്ത് ചോറൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സവാള വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം തക്കാളി അരിഞ്ഞിട്ട് കൊടുത്തു. വറുത്ത് വെച്ച് സവാള ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇട്ട് കൊടുത്തു. തൈര് ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ഇനിയിപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചാൽ ചിക്കൻ ഇല്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവേ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കണേ. അതും ഈ ഒരു പരുവത്തിൽ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ച് കാഷ്യൂം റൈസിൻസും ഒക്കെ വറുത്തതും അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ട് ചോറ് മുകളിലിട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാം. മഞ്ഞൾ പാലിൽ കലക്കിയ വെള്ളമാണ് കളറിന് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ചധികം തന്നെ നെയ്യ് ഒഴിച്ച് കൊടുത്തു. മല്ലിയിലയും പുതിനയിലയും കറിവേപ്പിലയും സവാള വറുത്തതും കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു 20 മിനിറ്റ് ദം ചെയ്തെടുത്താൽ മതി കേട്ടോ.